നമസ്കാരം. പ്രധാന വാർത്തകൾ. പോലീസ് ചമഞ്ഞ് വെർച്വൽ അറസ്റ്റ്. കോഴിക്കോട് വയോധികനിൽ നിന്നും 8.80 ലക്ഷം രൂപ തട്ടി. കോഴിക്കോട് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ വയോധികനിൽ നിന്നും പണം തട്ടി. എലത്തൂർ സ്വദേശിയായ ചാക്കുണ്ണി നമ്പ്യാർക്ക് 8.80 ലക്ഷം രൂപയാണ് നഷ്ടമായത്. മുംബൈയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാണ് പണം തട്ടിയത്. ജോലി ചെയ്തിരുന്ന കാലത്ത് മനുഷ്യക്കടത്ത് നടത്തിയെന്ന പേരിലാണ് തട്ടിപ്പ് സംഘം വയോധികനെ ബന്ധപ്പെട്ടത്. കേസിന് ആവശ്യമായ ബാങ്ക് രേഖകൾ അയച്ചു നൽകാനും ബാങ്ക് രേഖകൾ കൈക്കലാക്കിയ സംഘം അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുകയുമായിരുന്നു. ജനുവരിയിലാണ് തട്ടിപ്പ് നടന്നത്. മുംബൈയിൽ ജലസേചന വകുപ്പിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് വയോധികന് മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഫോൺ സന്ദേശം ലഭിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ എന്ന പേരിലായിരുന്നു സന്ദേശം. കേസിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ ബാങ്ക് രേഖകൾ അയച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ അയച്ചു നൽകിയതോടെയാണ് പണം നഷ്ടമായത്. ബന്ധുക്കളടക്കം വിവരമറിഞ്ഞപ്പോഴാണ് താൻ തട്ടിപ്പിന് ഇരയായെന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് എലത്തൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസ് പ്രതി കുറ്റക്കാരനെന്ന് വിധിച്ച് കോടതി. കായംകുളം സ്വദേശി നൌഫലിനെയാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 2020 സെപ്റ്റംബർ 5-നാണ് ആറന്മുളയിലെ മൈതാനത്ത് വെച്ച് ആംബുലൻസിൽ യുവതി പീഡിപ്പിക്കപ്പെട്ടത്. കോവിഡ് കെയർ സെന്ററിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു പീഡനം. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കനിവ് 108 ആംബുലൻസ് ഡ്രൈവറായിരുന്നു നൌഫൽ. 19-കാരിയായ പെൺകുട്ടിയുമായി ഇയാൾ ഒറ്റയ്ക്കാണ് അടൂരിലേക്ക് പോയത്. വഴിമതിയെ ആംബുലൻസ് ആറന്മുളയിലെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചുവിട്ടു. ഇവിടെ വെച്ചായിരുന്നു പീഡനം. പിന്നീട് ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിലെത്തിയ ഉടനെ പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തി. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ജോലിക്കിടെ മരത്തിൽ കയറിയ സമയത്ത് കൂടിളകി വീണു. തേനീച്ചയുടെ കുത്തേറ്റ് ആദിവാസി മധ്യവയസ്കൻ മരിച്ചു. വയനാട്ടിൽ കാട്ടിക്കുളം മണ്ണുണ്ടി ഉന്നതിയിലെ വെള്ളുവാണ് മരിച്ചത്. രാവിലെ 11:30 ജോലിക്കിടെയാണ് വെള്ളുവിനെ തേനീച്ച ആക്രമിച്ചത്. ജോലിക്കിടെ മരത്തിൽ കയറിയ സമയത്ത് തേനീച്ച കൂട് ഇളകി വീഴുകയായിരുന്നു. ആക്രമണത്തിൽ വെള്ളുവിന്റെ തലയ്ക്കും മറ്റ് ശരീരഭാഗങ്ങളിലും തേനീച്ച കുത്തേറ്റു. ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നിലവിൽ വെള്ളുവിന്റെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. CPO സമരവേദിയിൽ രമേശ് ചെന്നിത്തല എത്തി. പിന്നാലെ ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണു. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരപ്പന്തലിൽ ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണു. തൃശൂർ സ്വദേശി ഹസീനയാണ് കുഴഞ്ഞു വീണത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമരവേദിയിൽ നിൽക്കവെയാണ് ഹസീന കുഴഞ്ഞു വീണത്. പോലീസ് വാഹനം എത്താത്തതിനാൽ ചെന്നിത്തലയുടെ വാഹനത്തിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. റാങ്ക് ലിസ്റ്റ് ഈ മാസം 19-ന് അവസാനിക്കാനിരിക്കെ സമരം ശക്തമാക്കുകയാണ് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കൈയും കാലും കൂട്ടിക്കെട്ടിയും പ്ലാവിളത്തൊപ്പി ധരിച്ചും ശയനപ്രദക്ഷിണം നടത്തിയും കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തിയിരുന്നുമെല്ലാം വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധിച്ചു നോക്കി. എന്നാൽ ഇതുവരെ സർക്കാർ പ്രതിഷേധിക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സമരക്കാരുടെ ശ്രമവും പരാജയപ്പെട്ടു. അതീവ സുരക്ഷയിൽ രാജ്യ തലസ്ഥാനം. തഹാവൂർ റാണയുമായുള്ള വിമാനം ഡൽഹിയിലെത്തി. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുമായുള്ള വിമാനം ഡൽഹിയിലെത്തി. സുരക്ഷ മുൻനിർത്തി വിമാനമിറങ്ങുന്ന സമയം വെളിപ്പെടുത്തിയിരുന്നില്ല. ഡൽഹി പോലീസിന്റെ വാഹനങ്ങൾ വിമാനത്താവളത്തിലെത്തി. ജയിൽ വാൻ, പൈലറ്റ് കാർ, എസ്കോർട്ട് കാർ എന്നിവയും എയർപോർട്ടിലെത്തിയിരുന്നു. NIA ഓഫീസിലേക്ക് പ്രതിയെ കൊണ്ടുവരുമ്പോൾ സുരക്ഷയൊരുക്കാനാണ് ഈ വാഹനങ്ങൾ. ഡൽഹി പോലീസിന്റെ 3rd ബറ്റാലിയൻ ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ തഹാവൂർ റാണ ലോസ് ഏഞ്ചൽസിലെ തടങ്കൽ കേന്ദ്രത്തിലാണ് കഴിഞ്ഞിരുന്നത്. അസുഖബാധിതനായ തന്നെ ഇന്ത്യക്ക് കൈമാറരുതെന്നും ഇന്ത്യയിലെത്തിയാൽ താൻ മതത്തിന്റെ പേരിൽ പീഡനത്തിനിരയാകുമെന്നും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും റാണ US സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. 2008 നവംബറിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളായ പാക് US ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു.